ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ സൈന്യാധിപയായ തിരുസഭയുടെ നാഥയായ നമ്മുടെ അഭിഭാഷികയും അമ്മയുമായ പരിശുദ്ധ കന്യകാ മറിയം മെജുഗുറിയായിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ 5 കാര്യങ്ങളിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി അത് 2 കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഒന്ന്, അമ്മ വിളിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രബോധനങ്ങളിലേക്കും വിശ്വാസ സത്യങ്ങളിലേക്കുമാണ്. ആഴമേറിയ വിശ്വാസത്തിലേക്ക് അമ്മ നമ്മെ വിളിക്കുകയാണ്. രണ്ടാമത് അമ്മ നമ്മെ വിളിക്കുന്നത് പ്രാർത്ഥനയിലേക്കാണ്. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രാർത്ഥനയുടെ ശക്തി ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നു. മൂന്നാമത് അമ്മ വിളിക്കുന്നത് ഉപവാസത്തിലേക്കാണ്. നാലാമത് അമ്മ വിളിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. അഞ്ചാമത് അമ്മ വിളിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ ജനത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് ആഴമേറിയ വിശ്വാസമാണ്. നമ്മുടെ ജീവനേക്കാളും വിലപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ നഷ്ടങ്ങളും കഷ്ടങ്ങളും നമുക്ക് സഹിക്കേണ്ടി വന്നാലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നമ്മുടെ കരങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവ് ഭരമേൽപ്പിച്ച നമ്മുടെ വിശ്വാസത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഒരു നല്ലൊരു ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസ പരിശീലനം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കൊടുക്കണം. നമ്മുടെ വിശ്വാസത്തെ ഡൈലൂട്ട് ചെയ്യരുത്. സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ ആരും വെള്ളം ചേർക്കരുത്. അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നതാണ്. വെളിപാടിന്റെ പുസ്തകം 14:12 എന്താണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്? ഇവിടെയാണ് കർത്താവിന്റെ ജനത്തിന് എന്തു വേണ്ടത്? 2 കാര്യങ്ങൾ പറയുകയാണ്. വെളിപാട് 14:12 ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം. ലൂക്കായുടെ സുവിശേഷം 17:5 അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ ലോർഡ്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇന്ന് ഞാനും നിങ്ങളും ചങ്ക് പൊട്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥനയെ. പ്രിയപ്പെട്ടവരെ, മറ്റേതു പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം, ഞങ്ങളുടെ കുടുംബത്തിന്റെ തലമുറയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാരണം ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കാനാണ് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുവിന്റെ കുരിശുമരണം നടന്നിട്ടില്ല, ക്രിസ്തു ഉദ്ധാനം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള അനേകം ടീച്ചിങ്സ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അനേകം ക്രൈസ്തവ യുവജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഇതെല്ലാം ചില സംഘടിത ശക്തികളുടെ ഗൂഢലക്ഷ്യങ്ങളാണ്. എന്തിനു വേണ്ടി? സഭയെ തളർത്തിക്കളയാൻ, ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ. നമ്മൾ തുർക്കിയിൽ കണ്ടു മനോഹരമായ ക്രൈസ്തവ ദേവാലയം അതൊരു മോസ്കാക്കി മാറ്റിയത്. ഇന്ന് തുർക്കിയിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ മാത്രമല്ല, ലോകത്തിലെ പല ദിക്കുകളിലും വളരെ സംഘടിതമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നല്ലതുപോലെ അറിയണം. മാതാപിതാക്കളെ,
മക്കളെ അത് പരിശീലിപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ കരുത്തും നമ്മുടെ വിശ്വാസത്തിന്റെ സമ്പന്നതയും നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയും എന്താണെന്ന് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ കൈമാറിക്കൊടുക്കണം. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എല്ലാം തീർന്നുട്ടോ. പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മണ്ണാങ്കട്ട, ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. തലമുറകളിലേക്ക് നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ നമ്മൾ കൈമാറിക്കൊടുക്കണം. വളരെ മനോഹരമായ ഒരു പുസ്തകമാണിത്. ദേവപ്രസാദ് സാർ എഴുതിയതാണ്. പരിശുദ്ധ അമ്മയുടെ പൊന്നുമോനാണ് അദ്ദേഹം. അതിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വലിയ വർധനവുണ്ടാകും. ഫാത്തിമയിൽ വെച്ച് പരിശുദ്ധ അമ്മ നൽകിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി. അതിനമ്മ പറഞ്ഞത്, രക്ഷയെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. രണ്ടാമത്, രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പക്ഷേ ഈ സന്ദേശം വേണ്ടതുപോലെ സ്വീകരിക്കപ്പെട്ടില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1981 സോവിയറ്റ് യൂണിയനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ വിശ്വാസത്തിന്റെ തീ പടരും. വിശ്വാസത്യാഗം സംഭവിച്ച തലങ്ങളിൽ വീണ്ടും വിശ്വാസത്തിന്റെ അഗ്നി ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്രയോ ദേശങ്ങൾ, എത്രയോ രാജ്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. പോളണ്ട് ഉദാഹരണമല്ലേ? സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ നമുക്ക് കാണാൻ പറ്റും. വെറും 9 വർഷമേ കഴിഞ്ഞുള്ളൂ. സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുകയാണ്. സോവിയറ്റ് യൂണിയന്റെ പതാക താഴ്ത്തപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് എൻ്റെ വിമല ഹൃദയത്തിന്റെ വിജയം നീ കാണുമെന്ന് സിസ്റ്റർ ലൂസിയോട് അമ്മ പറഞ്ഞിരുന്നു. ലിറ്ററലി അത് സംഭവിച്ചു. വിമല ഹൃദയത്തിനെ റഷ്യ പ്രതിഷ്ഠിച്ചു. വെറും 9 വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. റഷ്യ മാനസാന്തരപ്പെട്ടു. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിജയം നാം അവിടെ കാണുകയാണ്. ഇന്ന് റഷ്യയിൽ വരുന്ന വാർത്തകൾ എന്താ? രക്ഷയുടെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ ഒന്ന് വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫലങ്ങൾ ഇന്ന് ചിത്രീകരിക്കാവുന്ന വിധമുള്ള പ്രതികരണങ്ങളാണ് രക്ഷയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ പുട്ടിൽ നിന്നും കേൾക്കുന്നത്. സ്വവർഗ വിവാഹം നിയമമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ആയിരുന്ന ബാരക് ഒബാമയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവിക പദ്ധതിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റാണ് പറയുന്നത്, ആലോചിക്കണം. സ്വവർഗ വിവാഹം അമേരിക്കയിൽ നിയമമാക്കിയ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ നോക്കി റഷ്യൻ പ്രസിഡന്റ് പറയാണ്, നിങ്ങൾ ദൈവിക പദ്ധതിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും ക്രൈസ്തവർക്കെതിരെ ആഗോളതലത്തിൽ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ പുടിനെ സന്ദർശിച്ച റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളോട് അദ്ദേഹം പറഞ്ഞതായി വന്ന വാർത്തകളും വളരെ പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയുടെ കൃത്യമായ നിലപാടുകളായിരുന്നു. ഹാഗിയ സോഫി വിഷയത്തിലും അദ്ദേഹം ഇടപെട്ടു. ഇന്ന് ട്രംപിനെ പോലെ തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി സ്വരമുയർത്തുന്ന ഒരു നേതാവാണ് റഷ്യൻ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസത്തിന് പിടിയിലമർന്ന് വിശ്വാസത്യാഗം സംഭവിച്ച, വിശ്വാസമില്ലാതിരുന്ന റഷ്യയിൽ വിശ്വാസത്തിന് അഗ്നി കത്തുകയാണ്. ഒരുപാട് പള്ളികൾ ഇന്ന് തുറക്കപ്പെട്ടു, ആരാധനകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി. നമ്മൾ ഇന്ന് റഷ്യയിലേക്ക് നോക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ തീ പടരുന്നത് കാണാൻ പറ്റും. എന്താണ് ഇതിന്റെ അർത്ഥം? വിശ്വാസത്യാഗം സംഭവിച്ച തലമുറയ്ക്ക്, അത് കുടുംബമാകട്ടെ, വ്യക്തികളാകട്ടെ, കൂട്ടായ്മകളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, ദേശങ്ങളാകട്ടെ, അവിടെ വീണ്ടും വിശ്വാസം കത്തി ജ്വലിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നാഥയായ അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ ത്യാഗത്തിന്റെ കെട്ടുകൾ
അതിനെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയാൽ നിർവീര്യമായി പോകും. കാരണം അവൾ സ്വർഗത്തിന്റെ സൈന്യാധിപയും അവൾ ദൈവജനത്തിന്റെ നിത്യ സഹായികയുമാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ 16-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് ലാറ്റിൻ അമേരിക്കയിൽ മെക്സിക്കോ എന്ന രാജ്യത്ത് ഗുഡലൂപ്പയിൽ പോകാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചത് നടക്കാതിരിക്കുക. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുക. ഷെക്കേനയുടെ ബന്ധപ്പെട്ട് വളരെ വലിയൊരു പ്രതിസന്ധി. ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് ഞാൻ ആ പ്രശ്നം എന്താന്ന് പറയുന്നില്ല. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞൊരു കീറാമുട്ടി വിഷയം. അതെങ്ങനെ പരിഹരിക്കപ്പെടും? മാനുഷികമായി ചിന്തിച്ചാൽ ഒരു എത്തും പിടുത്തം കിട്ടത്തില്ല. അമേരിക്കയിൽ ഒരു കൺവെൻഷന് വേണ്ടി പോയപ്പോഴാണ് ഗുഡലൂപ്പയിൽ പോകാൻ കർത്താവ് കരുണ കാണിച്ചത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കയറി ജുവാൻ ഡീഗിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞ സത്യങ്ങൾ ഇന്നും അമ്മയുടെ ഛായാചിത്രം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മങ്ങലേൽക്കാതെ, ഒരു പോരൽ പോലും ഏൽക്കാതെ ആ ഛായാചിത്രം ഇന്നും അവിടെ ഉജ്ജ്വലിച്ച് സൂര്യനെ പോലെ പ്രകാശിച്ച് ആ ബസിലിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഛായാചിത്രത്തിന്റെ അരികിൽ ചെന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എനിക്കറിയാവുന്ന ഭാഷയിൽ, എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ, എനിക്കറിയാവുന്ന ഭാഷയിൽ, എൻ്റെ അമ്മേ, എനിക്ക് വേറെ ആരുമില്ല, അമ്മ സഹായിക്കണേ, വലിയൊരു പ്രതിസന്ധിയിലാണ്, കഷ്ടപ്പാടിലാണ്, എങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല, അമ്മ ഈ പ്രശ്നത്തിൽ സഹായിക്കണം, അമ്മ ഇടപെടണം, അമ്മ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞങ്ങ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുക. അമ്മ എനിക്കൊരു തീർപ്പുണ്ടാക്കി തരണം, അമ്മ ഒരു തീർപ്പുണ്ടാക്കി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞ് അമ്മയെ വട്ടമിട്ട് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും അമേരിക്കയിലോട്ട് പോയി കൺവെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു വെച്ചുകെട്ടി പറയുന്ന കഥയല്ല ഇത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ അത്രയും വലിയൊരു കീറാമുട്ടി വിഷയമായിരുന്നു. അത്ഭുതകരമായി പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേകതയും ഇടപെട്ടുകൊണ്ട് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന തോന്നുന്ന കാര്യത്തിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് ആ സാധ്യതയെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ സാധ്യമാക്കി തന്നു. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമാണ് നമ്മുടെ അമ്മ. അമ്മയെ കൂട്ടുപിടിച്ചാൽ, അമ്മയുടെ കരം പിടിച്ചാൽ നമുക്കാർക്കും നിരാശപ്പെടേണ്ടി വരികയില്ല, നമുക്കാർക്കും വേദനിക്കേണ്ടി വരികയില്ല, നമ്മൾ ആരും നശിച്ചു പോകാൻ നമ്മുടെ അമ്മ സമ്മതിക്കില്ല. മുന്നമേ നിന്ന് നമുക്ക് വേണ്ടി അമ്മ പൊരുതും. അവൾ സ്വർഗത്തിന്റെ ഭയങ്കരിയാണ്. പിശാചിന് ഏറ്റവും തലവേദന പിടിച്ചവളാ നമ്മുടെ അമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെജുഗുറിയയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു ഗോത്രവർഗം ഉണ്ട്. ഗോത്രവർഗത്തിന്റെ പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ആസ്ട്രേക് വംശജർ നരബലി, മനുഷ്യ കുരുതി അവിടെ നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള പ്രാകൃത ആചാരങ്ങളും ഇത്തരത്തിലൊക്കെയാണ് ആ ഗോത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലാണ് പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ട് ജുവാൻ ഡിയാഗിയോട് ആ മെസ്സേജ് ഒക്കെ പറഞ്ഞത്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ ഇടപെടല്, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വിശ്വാസമില്ലാത്ത അപരിഷ്കൃതരായ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന, മനുഷ്യക്കുരുതി നടത്തിയിരുന്ന, നരബലി നടത്തിയിരുന്ന ആ ഗോത്രം മുഴുവൻ മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ! വിശ്വാസത്തിനൊരു കണിക പോലും ഇല്ലാതിരുന്ന ആ ഗോത്രം മുഴുവൻ ഒറ്റ വർഷം കൊണ്ട് 10 ലക്ഷം പേരെ മാനസാന്തരപ്പെട്ടത്, കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടത്. കണക്കുകൾ പറയുന്നത് 8 വർഷത്തിനുള്ളിൽ 9 മില്യൺ എന്ന് പറഞ്ഞാൽ 90 ലക്ഷം, ഏകദേശം 1 കോടി ജനം അവിടെ മാനസാന്തരപ്പെട്ടു. യേശുവിനെ കണ്ടുമുട്ടി അവർ വിശ്വാസം സ്വീകരിച്ചു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്,
പ്രാകൃത ആചാരങ്ങളിൽ നിന്ന് അവർ പിന്മാറി അവരുടെ ജീവിതം അവർ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ലാത്ത അനേക മണ്ഡലങ്ങൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായ കന്യാസ്ത്രീ, മദർ മരിയാന ജീസസ്, ഇന്നും ഈ പാവപ്പെട്ട കന്യാസ്ത്രീയുടെ ശരീരം അഴുകിയിട്ടില്ല. വ്യക്തമായിട്ട് അവിടെ ഇപ്രകാരം പറയുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ അവസാനത്ത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ പ്രവചനങ്ങളെല്ലാം വെളിപ്പെടുന്നത്. വ്യക്തമായിട്ട് പറയുകയാണ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ നാഥയാണ് പരിശുദ്ധ അമ്മ. അവിടെ പറയുന്നത്, വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ ഉണ്ടാകും. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കുക ആ രംഗങ്ങൾ. മദർ മരിയാന വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില സന്ദർഭങ്ങളിൽ സഭ നേതൃത്വത്തിന് പരാജയങ്ങൾ സംഭവിക്കും. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മുടെ അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയാൻ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, പുരോഹിതർ തങ്ങൾ അധരങ്ങളിൽ വചനം സൂക്ഷിക്കണം, അവർക്ക് ജ്ഞാനമുണ്ടാകണം. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് അവരെ സ്നേഹിച്ച് അവർ കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നഷ്ടമാകുന്ന വിശ്വാസത്തെക്കുറിച്ചും കൊണ്ട് വിശ്വാസത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സഭാ നേതൃത്വത്തിന്റെ പരാജയത്തെക്കുറിച്ചും അതിന്റെ ഫലമായി തുറന്നുണ്ടാകുന്ന ആത്മീയവും സിദ്ധാന്തപരവുമായ പ്രതിസന്ധിയെക്കുറിച്ചും കുദാശകളോടുള്ള വിശ്വാസികൾ വർദ്ധിക്കും. ഈ കൊറോണ കാലഘട്ടത്തിൽ ഇനി പള്ളിയിലേക്ക് ജനത്തെ കയറ്റാൻ നമ്മൾ പാടുപെടേണ്ടി വരും. കുദാശകളോട് ജനത്തിനുണ്ടാകുന്ന അവഗണന. എന്തിനാ പള്ളിയെ പോണേ? എന്തിനാ നീ കുമ്പസാരിക്കണേ? ദൈവം സർവശക്തനാണെങ്കിൽ ഈ കൊറോണയെ അങ്ങ് പിടിച്ചു കെട്ടാമായിരുന്നില്ലേ? ഈ കോവിഡിന് ഇല്ലാതാക്കാമായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല, യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി എന്തിനാ കുർബാനയ്ക്ക് പോണേ? എന്തിനാ ഇനി പള്ളി? എന്തിനാ ഇനി കുദാശകള്? ഇന്ന് ചിന്തിക്കുന്നവരുടെ അനേകരുടെ എണ്ണം വർദ്ധിക്കും. ഇതല്ലേ അമ്മ പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട്ട് വരുമ്പോൾ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ നാളുകളിൽ കുദാശകളുള്ള അവഗണനകൾ ഒരുപാട് ജനത്തിനുണ്ടാകും. ഈ കോവിഡ് നാളുകൾ ഇത് കഴിയുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ അവൻ്റെ അവസാന ഭാഗത്തോട്ട് വരികയാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും അമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളിൽ അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടും, സ്ത്രീകളിൽ മിതത്വം നഷ്ടപ്പെടും. ഇന്ന് എത്ര കുടുംബങ്ങളെ താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. നമുക്ക് ആ സ്ക്രീനിലോട്ട് നോക്കി ഒന്ന് വായിക്കാം. എല്ലാറ്റിനുമുപരി വിഷാദാത്മകമായ നാളുകളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത സുഖഭോഗങ്ങളുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കൾ ചാഞ്ചല്യപ്പെട്ട് പാപക്കണിയിൽപ്പെടും. അവിഹിത വേക്ഷകളിലെ, തെറ്റായ പ്രേമബന്ധങ്ങളിലെ, തിന്മകളിലെ, അശുദ്ധമായ വ്യാപാരങ്ങളിലെ പെട്ടുപോകും. പിശാച് അവരെ പെടുത്തിക്കളയും. കൃത്യമായി വെളിപ്പെട്ട് കിട്ടിയിരിക്കുക. സ്ക്രീനിട്ട് നോക്കാം നമുക്ക് വീണ്ടും. അവർ പാപക്കണിയിൽപ്പെടും. കുട്ടികളിൽ നിഷ്കളങ്കതയോ സ്ത്രീകളിൽ മിതത്വമോ കാണപ്പെടുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് കുറെ കുഞ്ഞുങ്ങൾ മലിനപ്പെട്ടു. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോൾ മൊബൈൽ സുന്ദരമായിട്ട് അതിലിങ്ങനെ തോണ്ടിക്കൊണ്ട് എന്തൊക്കെയാ, എത്ര പിള്ളേരാ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപക്കണിയിൽ പെട്ടിരിക്കുക. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കണം. സ്ത്രീകളിൽ മിതത്വം കുറയും. ഈ ഘട്ടത്തിൽ, സഭയുടെ അതിപ്രധാനമായ ഘട്ടത്തിൽ സംസാരിക്കേണ്ടവർ നിശബ്ദരാകും. അമ്മയിലൂടെ ത്രിയേകതയും വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ചങ്കുപൊട്ടി അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. രണ്ടാമതായി
അമ്മ നമ്മെ വിളിക്കുന്നത് കഠിനമായ പ്രാർത്ഥനയിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ ശക്തി ഇല്ലാതാക്കാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും സാധ്യമല്ല. പ്രാർത്ഥനയാകുന്ന മിസൈലിനെ തകർക്കാൻ ഇതുവരെ പിശാച് മറ്റൊരു ആയുധം കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. അത്രയും പവറാ പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, എൻ്റെ മക്കൾ മറന്നുപോയി, പ്രാർത്ഥന കൊണ്ട് യുദ്ധങ്ങളെ തടയാമെന്നും പ്രകൃതിക്ഷോഭങ്ങളെ ഇല്ലാതാക്കാമെന്നും ജഡികമായ തിന്മകളെ പിഴുത് കളയാമെന്നും കുടുംബങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ ഉറപ്പിക്കാമെന്നും ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ സമാധാനം കൊണ്ടുവരാമെന്നുമുള്ള കാര്യം എൻ്റെ മക്കൾ മറന്നുപോയി. ജീസസ്, ഓ, പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കണം. എൻ്റെ സഹോദര, ഈ വചനം നിനക്കുള്ള ദൂത, ദൈവത്തിന്റെ ആലോചന ഇത്. സഹോദരി, മുട്ടുകുത്തി ചങ്ക് പൊട്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ട ആത്മശക്തി ദൈവം തരും. നിന്റെ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടും. നിന്റെ കണ്ണുനീരിനെ സ്വർഗം തീർപ്പ് കൽപ്പിക്കും. ഒരു സംശയം ആർക്കും വേണ്ട, ഒരു സംശയം വേണ്ട. ഞാൻ ഒരു 2 അനുഭവം പറഞ്ഞ് നമ്മൾ ഈ ആരാധനയ്ക്ക് കയറാൻ പോവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 7-ാം തീയതി, കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതിയാണ് ഷെക്കേന ടെലിവിഷൻ ഫുൾ ട്രാൻസ്മിഷനിലോട്ട് വന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞൊരു ഇതൊരു ന്യൂ ബോൺ ബേബിയാണ്. ഒത്തിരി പേര് നിങ്ങൾ ഈ ടെലിവിഷനെ സ്നേഹിക്കുന്നുണ്ട്, ഈ മാധ്യമ ശുശ്രൂഷ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം, ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 2019 ഒക്ടോബർ 7-ാം തീയതി ഫുൾ ട്രാൻസ്മിഷനിലോട്ട് വന്നു. കടുത്ത പ്രതിസന്ധി, സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധി ഒരു വശത്ത്, മറുവശത്ത് വേറെ ഒരുപാട് വിഷയങ്ങൾ. ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചുള്ള 100 ആശങ്കകൾ. കാരണം ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. സാറ്റലൈറ്റ് റെന്റ്, സ്റ്റാഫുകളുടെ സാലറി, ന്യൂസ് ചാനലാകുമ്പോൾ ന്യൂസുകൾ തരുന്ന ഏജൻസികൾക്ക് കൊടുക്കേണ്ട പൈസകൾ, ഓഫീസ് ചെലവുകൾ, അതുപോലെ തന്നെ കാരേജ് ഫീ, ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ്. കർത്താവിൻ്റെ പരിപാടിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്ക് വേറെ ഒരു വരുമാനമില്ല, ഈശോ മാത്രമാണ് സമ്പത്ത്. അങ്ങനെ ഒരു ഡിസംബർ ജനുവരി ഏകദേശം ഒരു അവസാനമൊക്കെ ആയിട്ട്, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ജനുവരി അല്ല, ഏതാണ്ട് ഫെബ്രുവരി, അതുകൊണ്ട് ഒരു ഫെബ്രുവരിയാണ്, ഫെബ്രുവരി അവസാനം ഞാൻ എൻ്റെ ഷെക്കേന ടെലിവിഷൻ്റെ എൻ്റെ ഓഫീസിൽ അവിടെ പേഴ്സണൽ ചാപ്പലിൽ രാത്രികാലം പ്രാർത്ഥിക്കാൻ വരികയാണ് ഈശോയുടെ മുമ്പിൽ. കാരണം പ്രാർത്ഥിച്ചാലേ നിവൃത്തിയുള്ളൂ, കർത്താവിനെ ആശ്രയിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് കർത്താവ്, കാരണം എന്താണെന്ന് പറയുക, തീരം കാണാതെ, കര കാണാൻ കഴിയാതെ നടുകടലിൽ വട്ടം കറങ്ങുന്ന ഒരു കൊച്ചു വഞ്ചി പോലെയാണ് എനിക്ക് ഷെക്കേന ടെലിവിഷൻ അനുഭവപ്പെടുന്നത്. ഇത് എങ്ങോട്ടാ പോണേ കർത്താവ്, എന്ത് ചെയ്യും, ആരോട് ഈ സങ്കടം പറയാ? ഇങ്ങനെ 100 ആശങ്കകൾ ഉള്ളിലോട്ട് വരിക. ഞാൻ രാത്രി ഒരു 1:30 മണി സമയമായിട്ടുണ്ട്. പ്രാർത്ഥന ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഷെക്കേന ടെലിവിഷൻ അതിൻ്റെ റിസപ്ഷനിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട്, മറുവശത്ത് മിഖായേലിൻ്റെ രൂപമുണ്ട്. കാരണം അമ്മ സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ്, മിഖായേൽ സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ്. ഇവർ 2 പേരും ചേർന്നാണ് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് ഇതൊരു യുദ്ധം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഈ പ്രയർ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഗുഡലൂപ്പിൽ ചെയ്തതുപോലെ തന്നെ, എന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വന്നു. ഞാൻ അമ്മയെ വട്ടം പിടിച്ച്, ആ തിരുസ്വരൂപത്തെ വട്ടം പിടിച്ച്, ഇതൊക്കെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഏത് അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കുക? മോൾ ഓടി വന്ന് അമ്മേ പറ്റുന്നില്ല, അമ്മ സഹായിക്കണം എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ വാരി പിടിക്കുമ്പോൾ ഏത് അമ്മയുടെ ചങ്ക തുറക്കാതിരിക്കുക? ഏത് അമ്മയെ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക? അമ്മയാണെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ഞാൻ അമ്മയെ വട്ടം പിടിച്ച് പറഞ്ഞു, അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ, അമ്മ ഈ ടെലിവിഷൻ ശുശ്രൂഷ ഏറ്റെടുക്കണം, അമ്മ എല്ലാം ക്രമപ്പെടുത്തണം.
അമ്മേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ വളരെ ക്ഷീണിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല വിളിച്ച്, ഞാൻ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് പറയാം, എൻ്റെ കുടുംബത്തോട് പറയുന്ന ഫ്രീഡത്തോട് ഞാൻ പറയുന്നത്, ഞാൻ വളരെ ഇങ്ങനെ കരഞ്ഞ് അമ്മയെന്ന് പറഞ്ഞിങ്ങനെ ഒരു 5 മിനിറ്റ് നേരം. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഇടപെടും. ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട. 16-ാം നൂറ്റാണ്ടിൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുഡലോപ്പിയിൽ അമ്മ ഇറങ്ങി വന്ന് ജുവാൻ ഡിയാഗിയോട് പറഞ്ഞ വാക്കുകൾ, ആ ബസിലിക്കയുടെ മുമ്പിൽ ആ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ കൃത്യമായിട്ട് ആ വാക്ക് കേൾക്കുക, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിങ്ങൾ ആ വാക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എൻ്റെ സകല കൺട്രോളും ഞാൻ പറഞ്ഞ അമ്മേന്ന് പറഞ്ഞ് പാവിട്ടങ്ങ് നിലവിളിച്ചു. ഞാൻ ചെയ്തു. ആ റിസപ്ഷനിൽ മുഴുവൻ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം, ഒരു സുഗന്ധത്തിൻ്റെ അഭിഷേകവും ശക്തമായ ദൈവ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ 2 ആഴ്ചകൾക്ക് ശേഷം, പിന്നെ നമുക്കറിയാം കോവിഡും ഇതെല്ലാം വന്നു, 2 ആഴ്ചകൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾ ഷെക്കേന ടെലിവിഷനോട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നടപ്പാക്കുകയായിരുന്നു. പല ലൈവുകളും പല ശുശ്രൂഷകളും എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ അമ്മ എല്ലാം ക്രമപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, അമ്മയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ശുശ്രൂഷ വേണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അമ്മയെ കൂട്ടുപിടിക്കുക, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ 8-ാം തീയതി അവിടെ 33 ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടക്കുകയാണ് ഷെക്കേന ടെലിവിഷനിൽ. അപ്പോൾ ഷെക്കേനയുടെ ഓൾ സ്റ്റാഫ് ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ സെക്ഷനും ജപമാല ചൊല്ലി ദിവ്യകാരുണ്യ 24 മണിക്കൂറും ഷെക്കേനയുടെ ഓഫീസിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാറി വന്ന് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കുക. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. മാസങ്ങൾക്ക് ശേഷം ഈ ജപമാല പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ച് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് വലിയ മാറ്റങ്ങൾ ഷെക്കേനയിൽ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചെയ്യാണ്. കർത്താവിന് യോഗ്യമല്ലാത്ത പലതിനെയും സ്വർഗം പിഴുതുമാറ്റി. കർത്താവിന് യോഗ്യമായ പലത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്വർഗം സഹായിച്ചു. അമ്മ ഓടി നടന്ന് കാനായിലെ കല്യാണ വീട്ടിലെ കുറവുകൾ നിറവളാക്കിയതുപോലെ അമ്മ ഓടി നടന്ന് എല്ലാം ക്രമീകരിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ. സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്, മറ്റു പല പ്രതിസന്ധികളൊക്കെയുണ്ട്. പക്ഷേ ഇതിനൊക്കെ നടുവിൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവ് വിശ്വസ്തയോടെ ഇതിനെ പരിപാലിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരൻ, ഞാനിത് പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. അമ്മയെ കൂട്ടുപിടിച്ച് ചങ്കപൊട്ടി ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഒരു കൊച്ചു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം വചനത്തിൽ കാണുന്നുണ്ട്, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? എല്ലാറ്റിനും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. വാച്ച് ആൻഡ് പ്രേ. കർത്താവ് തന്റെ സഭയോട് പറയുന്ന ദൂതിതാണ്. കർത്താവിന് തന്റെ പുരോഹിതന്മാരോട്, കർത്താവിന് തന്റെ സമർപ്പിതരോട്, കർത്താവിന് തന്റെ കുടുംബങ്ങളോട്, കർത്താവിന് തന്റെ യുവജനങ്ങളോട്, കുഞ്ഞുങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താ? വാച്ച് ആൻഡ് പ്രേ. പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകുക. മറ്റെന്തിനേക്കാളും ഉപരി, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കണം, പരിത്യാഗമെടുക്കണം. കൂടുതൽ കാലത്തെ വിവേചിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയപ്പെടണം. ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. 1945 ഹിരോഷിമയിൽ നമുക്കറിയാം, അവിടെ വലിയ ബോംബിംഗ് നടന്നു. ഈ ബോംബിങ്ങിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ നാശനഷ്ടങ്ങളാണ്. കിലോമീറ്ററോളം അതിൻ്റെ വ്യാപനമുണ്ടായി. എല്ലാം കരിഞ്ഞ് ചാമ്പലായിപ്പോയി. എന്നാൽ അതിൻ്റെ 1 മൈൽ, ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ജെസ്യൂട്ട് ആശ്രമം ഉണ്ടായിരുന്നു.
അവിടെ 7 അച്ഛന്മാരും അവരൊരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവികാരനും എഴുന്നള്ളിച്ച് വെച്ച് അവരെല്ലാം ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിലോമീറ്ററുകളോളം ഈ ബോംബിംഗ് മൂലം അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. എന്നാൽ ഈ ആശ്രമത്തിന് ഒരു പോരൽ പോലും ഏറ്റില്ലെന്ന് മാത്രമല്ല, ഈ 8 പേരും സുരക്ഷിതരായി പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേക ദൈവം അവരെ സംരക്ഷിച്ചു. ജപമാല പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വലിയ പവറാണ് അതിനുള്ളത്. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിന് മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് കഴിയുന്നത്ര വിശ്വാസത്തോടെ സ്നേഹത്തോടെ അമ്മയെ കൂട്ടുപിടിച്ച് നമ്മൾ ജപമാല ചൊല്ലി കുടുംബമായി കൂട്ടായ്മയായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ, കൃപാവരങ്ങൾ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യും. ഒരു പോറൽ സയൻസിനും സയന്റിസ്റ്റുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുകയാണ്. വിശ്വാസ പ്രതിസന്ധികളും അതുപോലെ തന്നെ നിരവധിയായി നീറുന്ന പ്രശ്നങ്ങളും നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ചുറ്റിലുമുണ്ട്. സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ഉത്തമമായ ബോധ്യത്തോടെ നിലകൊള്ളുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ലെപ്പാന്റെ യുദ്ധം നമ്മുടെ സമയമായി ഞാൻ അതുകൊണ്ട് ഇത് പറയുന്നില്ല. ഡോൺ ചൊവാൻ വെറും 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 5-ാം പിയൂസ് മാർപ്പാപ്പ, ഡൊമിനിക്കൻ സഭാംഗമായിരുന്നു. നല്ല ജപമാല, നല്ല വിശ്വാസമുള്ള മാർപ്പാപ്പയായിരുന്നു. ക്രൈസ്തവ പട ഹോളി ലീഗിനേക്കാൾ, വിശുദ്ധ പടയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള തുർക്കികള്, ഓട്ടോമൻ സാമ്രാജ്യം, തുർക്കി സൈന്യം വത്തിക്കാൻ പിടിച്ചടക്കാൻ, വത്തിക്കാൻ ഇല്ലാതാക്കാൻ, വത്തിക്കാന്റെ കുരിശ് പൊളിച്ചു മാറ്റുവാൻ, യൂറോപ്പിലുള്ള ക്രൈസ്തവ വിശ്വാസത്തെ തുടച്ചു മാറ്റുവാൻ ശക്തിയോടെ ഇരമ്പി വന്നു. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയ 5-ാം പീസ് മാർപ്പാപ്പ സഭാ മക്കളോട് വിളിച്ചു പറഞ്ഞു, പള്ളികളെല്ലാം തുറന്നിടണം, 24 മണിക്കൂറും പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇവർ യുദ്ധത്തിന് പോകുമ്പോൾ കുംഭസാരിച്ച് വിശുദ്ധ അർപ്പിച്ച് ഈശോയുടെ രക്തശരീരങ്ങൾ സ്വീകരിച്ചവർ യുദ്ധത്തിന് പോയി. ആദ്യം ഹോളി ലീഗിന്, ക്രൈസ്തവ പടയ്ക്ക് യുദ്ധം പ്രതികൂലമായിരുന്നു. പ്രാർത്ഥന അങ്ങ് മുറുകിയപ്പോൾ പരിശുദ്ധ അമ്മ അങ്ങ് ഇടപെടുകയല്ലേ. അമ്മയ്ക്ക് എന്താ ഇടപെടാൻ കഴിയാത്തത്? അമ്മയ്ക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു വിഷയവും ഇല്ല. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അമ്മ അത്രയും സ്ഥാന പരിശുദ്ധ ത്രിത്വത്തിന് മുൻപിൽ അമ്മ അങ്ങ് ഇടപെടുകയാ. കാറ്റ് തുർക്കി സൈന്യത്തിന് പ്രതികൂലമായി, അപ്രതീക്ഷിതമായി അങ്ങ് ടിസ്റ്റ് ചെയ്യല്ലേ. കാറ്റ് പ്രതികൂലമായി. സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു? അത്ഭുതകരമായി പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ, പരിത്യാഗത്തിന്റെ, പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അമ്മയാ യുദ്ധം നയിച്ചത്, അമ്മയാണ് പട നയിച്ചത്. സ്വർഗത്തിന്റെ സൈന്യാധിപയായി അമ്മ ഇറങ്ങി വന്ന് ആ പട നയിച്ചപ്പോൾ അത്ഭുതകരമായ വിജയം ക്രൈസ്തവർക്കുണ്ടാവുകയാണ്. 1571 ഒക്ടോബർ 7-ാം തീയതി അങ്ങനെയാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളൊക്കെ വരുന്നത്. ജപമാല ഒക്ടോബർ ജപമാല പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സഭ പ്രതിഷ്ഠിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ അന്ത്യകാലത്തിൻ്റെ പ്രേക്ഷിതരാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കാൻ തയ്യാറാകുക. നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അല്പസമയം മാറ്റിവെക്കുക. സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിന്റെ വേദന നമ്മുടെ ഹൃദയത്തിന്റെ വേദനയായി ഉൾക്കൊണ്ടുകൊണ്ട് നശിക്കുന്ന ഓരാത്മാവിനെ പ്രതിയും ഹൃദയം തകർന്ന് നമ്മൾ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത വെളിപ്പെടും. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും,